സാർ പാല്. ആ ഓ വേണ്ട. ബദാം പരിപ്പ് കലക്കിയതാ. ഓ ഇവിടെ മനുഷ്യന്റെ പരിപ്പിളയിരിക്കാണ്, അതിനിടയിലാണ് അവളുടെ ഒരു ബദാം പരിപ്പ്. സാറിനിത് പതിവുള്ളതല്ലേ? പതിവില്ലാത്ത പലതും നടന്നു. ഓ കൊണ്ടുപോടി. ആ വന്നേ ഉണ്ടാ. ആദ്യമേ എന്താച്ചാ? മോൾ ഇത് കൊണ്ടുപോയി ആ അർജുനന് കൊടുക്ക്. എനിക്കൊന്നും പറ്റില്ല. അച്ഛന് നടക്കാൻ തീരെ വയ്യാഞ്ഞിട്ടില്ലേ മോളെ? എന്റെ പൊന്നു മോളല്ലേ, ചെല്ല് കൊണ്ടേ കൊടുക്ക്. ഇത് കൊണ്ടു കൊടുക്കാൻ എനിക്ക് എന്താ വട്ടോ? മോളു എന്താ ഇത്? ബദാം മിൽക്ക്. ആ ഫൂളിനെ കൊണ്ടു കൊടുക്കാൻ അച്ഛൻ തന്നയച്ചതാ. இந்த கட்டபொம்மனு கட்டம் காப்பி பெடாத்தண்டிக்கு பெதாம் மில்க் கொடுக்க வேண்டாம். இது சாப்பிட்டாலே அவனு சீத்த விசாரங்கள் வந்துடும். அதுக்காக இது மாமன் சாப்பிடாம். அவனு இது கொடுக்கு. இது குடிச்சவன் கறக்கட்ட தெண்டி. വേണ്ട മാമ, അപ്പന് ഞാനൊരു സ്പെഷ്യൽ ടീ കൊടുക്കാം. അവനുക്ക് സ്പെഷ്യലാ, ഇത് പെശകാ. கொஞ்சம் ஜாஸ்தியா ഇത് വിദ്യ പച്ചപ്പാൽ ചുടുപാലാക്കിനും മൊറാജി ദേശായി തൻ വിദ്യ. மட்டும் கைகளிலே ஆத்தாயே. என்னடா இது? பதாம் மில்க். யாருக்கு? அந்த மலையாளத்தானு. എന്നിരുന്നാലും അവൻ നമ്മ ഗസ്റ്റ് അല്ലാമാ. அறிவு கட்ட முண்டம். அவன் கிட்ட கேட்டுக்கு பாதம் பால் கேக்குதா? இப்படி கொண்டா இப்படி. அம்மா நான் கெஞ்சி கேக்குறேம்மா, விழுகாதே விழுகாதம்மா விழுகாதே. அம்மா விழுகாதம்மா, அது மொராஜி இருக்கம்மா மொராஜி. அம்மா விழுகாதே. സ്വന്തം അമ്മയെ കഴുത്തേക്ക് കൊല്ലുന്ന. അയ്യോ തായേ, വിലക്കപ്പെട്ട തണ്ണി നീ മുഴുവനായി സാപ്പിട്ടില്ലേ തായേ? என்ன கண்ணு சொல்ற? ദാ കോഫി. ഞാൻ മൂഞ്ചിയിലിട്ട് അടിച്ചൊരു ബെഡ് കോഫിയാ. ഇവന് ഞാൻ ബ്ലഡ് കോഫി കൊടുക്കും. അയ്യോ, ഒരു തുള്ളിയാ തരുന്നതാ. ആർത്തിക്കൊണ്ടോ பாத்து பாத்து குடுறா. என்ன கண்ணு மிக்ஸ் பண்றது? ஏலக்காயா, இஞ்சியா, குருமிளகா, போல்பிட்டியா, கோப்லானா சொல்லம்மா. சொல்ல லெஜ்ஜையா, லெஜ்ஜாவதியே. அம்மா வயிற்றுக்குள்ள புது சம்பந்தம் வருது. அம்மா அரபிக்கரை விலகி வருന്നത് மாதிரி இல்லம்மா வந்தாச்சு. சார் என்ன தம்பி நீ மறுபடியும் இங்க வந்திருக்க? அது வந்து அந்த கஞ்சா கேஸ் இல்லையா, அவனை பார்க்க வந்திருக்க. அப்படியா? உட்காரு. தேங்க்யூ சார். உனக்கு அவளை தெரியுமா? இல்ல, வெறுതെ മലയാളി ആയതുകൊണ്ട് അന്വേഷിച്ചു വന്ന. தம்பி இந்த விஷயத்துல ஒரு சென்டிமெண்ட் இருக்க கூடாது. இது வந்து ரொம்ப டேஞ்சரஸான கேஸ். அவனை 15 நாள் ரிமாண்ட்ல சப் ஜெயிலுக்கு அனுப்பியாச்சு. நேர்ல കാണാൻ? ஐயோ, அங்க போன் கூட அலோ பண்ண மாட்டாங்க. அவனை பார்க்க போனா நீங்க கூட மாட்டிப்ப. എന്താ പാർവതി, എന്താ നിനക്ക് സംഭവിച്ചത്? എന്താ നീ ഒന്നും പറയാത്തത്? വാട്ട് ഹാപ്പൻഡ്? ഞാൻ എന്താ സാറേ പറയാ, കുറച്ചു ദിവസമായി ഇവക്കൊരു വല്ലായിക. കോളേജിനും പോണില്ല. എന്തെങ്കിലും ചോദിച്ചാ ഉടനെ ദേഷ്യം വരും, അല്ലെങ്കിൽ കരച്ചില്. കാര്യമൊട്ട് പറയുന്നുമില്ല. എന്തെങ്കിലും ഒരു കാരണം കാണാതിരിക്കില്ലല്ലോ. ആ പാർവതി, നമുക്ക് കിട്ടിയിരിക്കുന്ന പുതിയ കോൺട്രാക്ട് ഒരു മൾട്ടിനാഷണൽ കമ്പനിയുടെയാ. നീയാണ് മോഡൽ എന്നൊരൊറ്റ കണ്ടീഷനില്ല അവർ ഈ കോൺട്രാക്ട് സൈൻ ചെയ്ത്. സ്റ്റോറി ബോർഡെല്ലാം ഓക്കെ. അടുത്ത ആഴ്ച ഷൂട്ട് ബാംഗ്ലൂരിൽ. അത് സാർ എങ്ങനെങ്കിലും ഈ വർക്കിൽ നിന്ന് എന്നെ ഒന്ന് ഒഴിവാക്കി തരണം. വൈ? അത് മാത്രം ഇപ്പൊ എന്നോട് ചോദിക്കരുത്. ഓക്കെ ഓക്കെ, പാർവതിയെ ഞാൻ ഒഴിവാക്കാം, ഒപ്പം ആ കോൺട്രാക്ട്. യെസ്, നിന്നേക്കാ വലുതല്ലോ എനിക്ക് ആ കോൺട്രാക്ട്. അതേടോ, ഈ മുഖം ഇങ്ങനെ കണ്ടിട്ട് പോയാൽ എനിക്ക് അവർക്ക് ഭംഗിയാക്കാൻ കഴിയുമെന്ന് തോന്നുന്നുണ്ടോ? എനിക്ക് നീ സന്തോഷമായിട്ടിരിക്കുന്ന കണ്ടാൽ മാത്രം മതി എനിക്ക്.
അത് മാത്രമാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. முருகனே, என்னோட போலீஸை பிடிக்காததினால் ஆதிரை என்ன லவ் பண்ணலே. ஆனால் வரும் 2 நாளில் என் வயர் குறைஞ்சி போடி ஸ்டீல் போடி ஆக்கனே. ஆண்டவனே முருகா. ஹேய், ஹேய், ஆய், ஹேய், ஆ, குறைஞ்சு குறைஞ்சு கொஞ்சம் குறைஞ்சு. ஹேய், ஆ, ஹேய், ஆ. யாரா நீ? ശത്രുഘ്നൻ. ചക്രഗുരു? ചക്കക്കുരു അല്ല, ശത്രുഘ്നൻ. ആ, അത് മനസ്സിലായി. മലയാളി എടപ്പാളി ഏതൊക്കെ വന്നു നീ? അതെ, എടപ്പാളാണ് വീട്. എങ്ങനെ മനസ്സിലായി? അത് പാത്താലെ തെറിഞ്ഞ് ഏതൊക്കെ വന്നു നീ? ഞാൻ ശിവനെ ഒന്ന് കാണണം. ഏയ്, ശിവൻ കോവിൽ ടൗണിൽ ഇருக்கு. ആ ശിവനല്ല, ശിവൻ എന്ന ആളെ കാണണം. എടാ, അന്ത പേരിൽ ഒരാൾ ഇങ്ങ ഇല്ലേ? പോടെ. ഉണ്ട്, കേരളത്തിൽ നിന്ന് വന്ന ശിവൻ. ഈ അഡ്രസ് ആണല്ലോ തന്നിരിക്കണേ. அந்த சிவப்பாளா? சிவப்பாളല്ല, വെളുത്ത ആള്. എടാ, അത് തന്നെ ചൊല്ലിയത്. അയ്യോ. അവൻ പേര് ശിവനാ? ആ, അപ്പ അർജുൻ? അതവന്റെ ശത്രു. അപ്പൊ ശിവൻ? അർജുന്റെ ആജീവനാന്ത ശത്രു. അപ്പൊ ഇങ്ങ തങ്ങിയത് ശിവൻ അവൻ അർജുൻ അല്ലേ? അല്ല. വേഗം കഴിക്കും മോനെ, എന്നിട്ട് വേണം മുട്ടയും പാലും കഴിക്കാൻ. അപ്പോഴത്തേക്ക് ഞാനത് ചെത്തി വെക്കാം. മച്ചാ, ഇത് ആരെന്ന് തെരയുമാ? ആരാത്? എടാ അളിയാ, എടാ തിണ്ടി, നീ എന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് വന്നേ? അങ്കിൾ, ഇതെന്റെ ഫ്രണ്ട് ശത്രു. ഫ്രണ്ട് ശത്രുവാണോ? അല്ലല്ല, പേര് ശത്രുഘ്നൻ. അത് കറക്റ്റ് താനേ. കറക്റ്റ് ആണല്ലോ, ആ, correct. സംശയമില്ലല്ലോ. ഇല്ല. ആ, അത് മതി. മച്ചാ, ആ. പക്ഷെ ഈ പുട്ട് കുത്തി കേട്ടുന്നവൻ അർജുൻ അല്ല, ശിവനാണ്. ശിവൻ. അയ്യോ, ഇവൻ അർജുൻ തന്നെ. ഞാൻ ഇവനല്ല ഉദ്ദേശിച്ചത്. ഇവന്റെ കൂട്ടുകാരനാണല്ലോ ശിവൻ. ശിവന്റെ കൂട്ടുകാരനാണ് ഇവൻ. ഇവന്റെയും ശിവന്റെയും കൂട്ടുകാരനാണ് ഞാൻ. ഞങ്ങളൊക്കെ ഒരു ഗ്യാങ് ആണ്. അതെ, പോയി சொல்லாதடா. சொல்லு, யாருவன்? അർജുൻ. എടാ പാണ്ടി, നീ ഒരു ശബ്ദം കേട്ടാ? ഒരു സിന്ന സൗണ്ട് ഞാൻ കേട്ടേൻ. എന്റെ ക്ഷമയുടെ നെല്ലിപ്പലക തകർന്ന് തരിപ്പണമായ ശബ്ദമാണ് കേട്ടത്. എടാ, കാളെ പെറ്റുമെന്ന് കരുതി കുട്ടി എടുക്കാൻ പോവോ? അത് കയറെടുക്കരുന്നല്ലേ മച്ചാ? കേട്ടിക്കളെ ഞാൻ. എടാ ശവമേ, ഇത്രയും കളിമണ്ണ് നിന്റെ തലയിൽ ഉണ്ടായിരുന്നെങ്കിൽ ഈ കട്ടബൊമ്മൻ ഫാമിലിക്ക് ഒരു ഓട്ട് കമ്പനി തുടങ്ങാമായിരുന്നില്ലേ? மச்சா, அந்த ஓட்டு கம்பெனி இனாகுரேஷன் பண்றதுக்கு முதலமைச்சர் ஜெயலலிதா கூப்பிட எப்படி இருக்கும்? ദേ, ദേ, ഇതൊന്ന് പിടിച്ചേ. കുത്തിച്ചാക നീ. പോടാ അവിടുന്ന്. 1.5 രൂപ പോയി. ശത്രുട്ടി ഇവിടെ എത്ര ദിവസം ഉണ്ടാവും? അതിപ്പോ അങ്കിള് പറഞ്ഞു വിടുന്നവരാ. മതി, 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 മതി. മിടുക്കൻ, ഇങ്ങനെ വേണം ഫ്രണ്ട്സ്. നീയും കൂടി ഉണ്ടെങ്കിൽ എന്റെ ചില പദ്ധതികളൊക്കെ വളരെ എളുപ്പം നടക്കും. ദേ, ഇത് കഴിക്കും. അത് കഴിഞ്ഞ് 4 മുട്ട കഴിച്ചോ. அம்மா, என்னடா அம்மா, எங்க? என்னடா ஓ, ஒரு பிஸ்கட். ஐயோ, ராமன் லங்கக்கு போகும்போது ஹனுமான் உதவி செஞ்ச மாதிரி அந்த மலையாளத்துக்கார பையனுக்கு துணையாயிட்டு இனி ஒருத்தன் வந்திருக்கு. இன்னொருத்தன் வந்திருக்கானா? ஆமா. எதுக்குடா? நம்ம ஆதரைய காதலுக்கு ஒத்தாசை பண்ணால் மச்சான் தான் வர வச்சிருக்கேன். அறிவு கட்ட முண்டோ, அறிவு கட்ட முண்டோ. என் பேத்திய காதலிக்கிறதுக்கு எவனோ வரானே. அவ உன்னை விரும்புற மாதிரி நீ எதுவும் பண்ண மாட்டியா? அது ரெடி ஆயிட்டாம ஞாபகம் வந்திருக்குது. அம்மாவுக்கு ஒரு மலையாளத்தான் நடன தெரியுமா? ஜெயன். அடி செருப்பால. ஏன் எதிர்க்க மலையாளத்துல பேசுறியா? அதல்லம்மா, அவனொரு பெண்ணினை வீழ்த்திய பெரிய புத்தி இருக்கு. 5 நிமிஷத்துக்கு அப்புறம் அம்மா ஆதராவும் கூட்டி நம்ம குதிரால பக்கத்துக்கு வாங்கோ. பாக்கி அப்புறம் பேசலாம். மாமனை பாத்தியா? அவனும் அவன் தோளும் கட்டபொம்மன் பரம்பரை இல்ல. ஐயோ வீரபாணி.